ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹരിയും അമ്മാവനും സംസാരിക്കുന്നുണ്ട്. ജീവൻ ഞങ്ങളുടെ ബെഡ്റൂം അലങ്കരിക്കാനാണ് പോയിരിക്കുന്നത് എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, നീ എന്തിനാ അതാ സമ്മതിക്കാൻ പോയതെന്ന്. ഇവിടെ ചുറ്റും നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാവം ആ നിത്യയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഒരു കളിപ്പാവയെ പോലെ ആളുകളുടെ നടുക്ക് ആരോ ചരട് വലിക്കുന്നതിനനുസരിച്ച് അത്രയല്ലേ പറ്റൂ. കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ ഒരു കല്യാണം, ഒരു കുട്ടിക്കളി. പക്ഷേ അത് പോയി അവസാനിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണോ എന്നെനിക്കൊരു പേടിയുണ്ട് എന്ന് ഹരി പറയുന്നു. ഈ സമയം ജീവൻ അവിടേക്ക് വരുന്നു. പെട്ടെന്ന് അമ്മാവൻ ജീവനെ കാണുകയും ചെയ്തു. ജീവനെ കണ്ടപാടെ അമ്മാവൻ വേറെ സംസാരിക്കുന്നുണ്ട്. അടുത്ത വാർഷികത്തിന് നമുക്ക് ഇങ്ങനെയൊന്നും പോരാ മോനെ. ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടികളുമായി ചിരിച്ചു കളിച്ച് നമുക്ക് വലിയ സന്തോഷത്തിലേക്ക് പോകണം എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. ജീവൻ അവിടേക്ക് വന്നു. സാറേ, സാറിന്റെ ബെഡ്റൂം കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് എടുക്കുകയാണ്. വീണയും അവിടേക്ക് വന്നു. ജീവ, അലങ്കാരത്തിന് ഞാനും കൂടാം. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? അല്ല, തുല്യ ദുഃഖിതരല്ലല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷം ഒന്നല്ലേ എന്നും വീണ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ വീണ്ടും ഒന്നുകൂടി ഹരിയെ ഒന്ന് നോക്കുന്നു. രണ്ടുപേരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഇവരെ ഒരുമിച്ച് തീരുമാനിച്ചതാ എന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കാം. ഇതേസമയം സുജാത വല്ലാത്ത വിഷമത്തിലിരിക്കുകയായിരുന്നു. തൊട്ടരികിൽ തന്നെയുണ്ട് ജ്യോതിയും ശരവണനും. എന്തൊക്കെയാ അമ്മ ഏട്ടൻ ഈ കാണിച്ചു കൂട്ടുന്നത്? നിത്യച്ചയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇത്ര പെട്ടെന്ന് ഏട്ടന് ഉൾക്കൊള്ളാൻ സാധിച്ചോ? വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായെന്ന് അമ്മ പറഞ്ഞത് ഒരു കണക്കിന് നന്നായി. അതുകൊണ്ടാണ് ഏട്ടൻ ഇത്ര ആഴത്തിൽ വിശ്വസിച്ചത്. അമ്മ, എനിക്ക് അതിലൊരു സംശയമുണ്ട്. ജീവൻ സാറിന്റെ ഉള്ളിലുള്ള പക എന്തായാലും കെട്ടുപോവില്ല. അവരിതെല്ലാം വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജീവൻ ഹരിസാറിന്റെ വീട്ടിലെ എല്ലാ സ്വസ്ഥതയും പോയി. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ശരവണൻ പറയുന്നു. എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ തോന്നുന്നു എന്നും ശരവണൻ പറയുമ്പോൾ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് സുജാത. ഇങ്ങനൊരു ആപത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തില്ല. ഇനിയും എന്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരവണ, ജീവന്റെ വിശ്വാസം നിലനിൽക്കണം. നമുക്ക് അവന്റെ കൂടെ തന്നെ പോയി താമസിക്കണം. അവൻ എന്ത് ക്രൂരത വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ ഇനി അത് നിത്യയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവളുടെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ്. അത് ഇനി എനിക്ക് പാലിച്ചേ പറ്റൂ. ജ്യോതി പറയുന്നു, അമ്മ പറയുന്ന എന്ത് തീരുമാനങ്ങളും ഞാൻ അനുസരിക്കാം. ഞങ്ങൾക്ക് വേറെ തീരുമാനം ഇല്ലല്ലോ. അതെ അമ്മ, ജീവൻ സാർ എവിടെ വിളിച്ചാലും നമുക്ക് അവിടെ പോയി താമസിക്കാം എന്ന് ശരവണനും പറയുന്നുണ്ട്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എല്ലാം നിത്യ മേഡത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ വീണ്ടും ശരവണൻ പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. അവളെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവളെ കൊന്നുകളയുമെന്ന് സുജാത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആദ്യം കല്യാണിയും കൂടി ഇരുന്നിങ്ങനെ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ കല്യാണി, ഇനി ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവരോടും പറയും എനിക്ക് അച്ഛനുണ്ടെന്ന്. ഇത് കേട്ട് കല്യാണി പറയുന്നു, അമ്മയുടെ കൈപിടിച്ചല്ലേ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ഇനി മുതൽ പത്മ ടീച്ചർ എൻ്റെ അമ്മയല്ലേ? കല്യാണി, അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും എല്ലാവർക്കും എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും അവരെ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ ആദ്യം പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അച്ഛനെ അമ്മയെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? പിന്നെ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ പറയും, ഇനി എന്നെ കളിയാക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. എനിക്ക് ഇനിയൊരു ആങ്ങളെയും കൂടിയുണ്ട്. ആങ്ങളമാർ അനിയത്തിമാരെ നോക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം എൻ്റെ അനിയത്തിയെ, ഇനി ആരും കളിയാക്കില്ലെന്ന് ആദ്യം പറയുന്നു. നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പുറത്തേക്കൊക്കെ പോകണം കേട്ടോ. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം നമ്മളല്ലേ കണ്ടെത്തി കൊടുക്കേണ്ടത്. അങ്ങനെ അവർ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ഇതേ സമയം നിത്യയെ കാണിക്കുന്നുണ്ട്. നിത്യ വളരെ സങ്കടത്തോടെ ടെൻഷനോടെയും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാലുമായി അവിടേക്ക് വരികയാണ് വീണ. ഇതേ സമയം ഹരിയുടെ അരികിൽ ഇരിക്കുകയാണ് ജീവൻ. ഹരിസാറെ, മുറിയൊക്കെ അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഉറങ്ങാൻ സമയമായില്ലെന്ന് ഹരി പറയുന്നു. വീണ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാല് നിത്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ പിടിക്കേ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, ചടങ്ങുകൾ അതുപോലെ നടക്കട്ടെ. അങ്ങനെ ഇപ്പോൾ വീണ നിത്യയും കൂട്ടി പോകുന്നു. ജീവൻ ഹരിയോട് പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ സമയമായി. നിങ്ങളെ മണിയറയിലേക്ക് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. മരുന്നുള്ളതാണേ, കൃത്യസമയത്ത് തന്നെ ഉറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു പൂർണ്ണ ഒരു ചിത്രം കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഹരിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ജീവൻ. ആ മുറിയിലേക്ക് കയറാൻ ഇപ്പോൾ വീണ നിത്യയും കൊണ്ട് വന്നിരിക്കുന്നു. നിത്യയും ഹരിയും പരസ്പരം നോക്കുന്നുണ്ട്. ടെൻഷനോടെ ജീവനെയും നോക്കുന്നുണ്ട് നിത്യ. കയറാൻ പറയുമ്പോൾ നിത്യ പറയുന്നു, ഇല്ല, എനിക്ക് മുറിയിൽ കിടക്കാൻ സാധിക്കില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറ, നിത്യയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്നു വീണ. എല്ലാ തുറന്നു പറച്ചിലും ഈ രാത്രി തന്നെ ഉണ്ടാകുന്നത് നല്ലതാണ്, പറയുന്നേ
എന്നെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സുജാത അവിടെ വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിത്യ ഒരു വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസം വരെയാണ്. അത് കഴിയുന്നത് വരെ ഇവർക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കാൻ സാധിക്കില്ല. അതാണ് നിത്യമോള് പറയാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യത്തിന് വേണ്ടി ആരും ഒരു തർക്കത്തിനും നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. വ്രതം തീരട്ടെ, വ്രതം കഴിയട്ടെ. ഹരിസാറേ, ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് ജീവൻ. പൂർത്തിയാകാത്ത ഒരു രാത്രി മനസ്സിലിട്ട് എനിക്ക് ഉറങ്ങാം അല്ലേ എന്ന് ജീവൻ പറയുന്നു. ജീവൻ പോയ സമയത്ത് വീണ സുജാതയോട് പറയുന്നു, എല്ലാത്തിന്റെയും കാവലാളായിട്ട് നിങ്ങൾ ഇവരുടെ പിറകെ തന്നെ ഉണ്ടാകണം കൃത്യമായിട്ട്, കേട്ടോ. ഹരിയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ മടിയിൽ കിടന്ന് കരയുകയാണ് നിത്യ. എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതമ്മേ, ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. എല്ലാവരോടും സത്യം പറയണം. എനിക്കും ഹരിക്കും ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും വ്യക്തമാകണം. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചാലും അത് എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം എന്ന് നിത്യ പറയുന്നുണ്ട്. നിങ്ങളെ ഒന്നിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം ശരിയാണ്. അത് ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടത്തിയിരിക്കും എന്ന് സുജാത. ഇതേ സമയം ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരിയുടെ തൊട്ടരികിൽ തന്നെ കിടക്കുകയാണ് കല്യാണി. കല്യാണി ഹരിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് ഹരി. അച്ഛൻ എനിക്ക് സാധിച്ചു തന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അതല്ലേ അറിയൂ നിനക്കല്ലേ? അത് നിനക്കല്ലേ അറിയാവൂ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന്? എന്നാൽ ഞാൻ പറയട്ടെ, അച്ഛൻ പത്മ ടീച്ചറിനെ കല്യാണം കഴിച്ചതാണെന്ന് കല്യാണി പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു എന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ മടിയിൽ ഇതുപോലെ കിടക്കുകയാണ് ആദിയും. ആദി നിത്യയോട് പറയുന്നുണ്ട്, സുജാത അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട സുജാത അമ്മയോടൊപ്പം ചെല്ലാൻ. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു പോകാൻ സാധിക്കില്ല. ഞാൻ പോകണോ അമ്മേ എന്ന് ആദി ചോദിക്കുന്നു. വേണ്ടെന്ന് നിത്യ. ഹരിയങ്കളുമായിട്ട് അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? ഞാൻ എപ്പോഴാ അമ്മയെ ഹരിയങ്കളിനെ അച്ഛ എന്ന് വിളിക്കേണ്ടത് എന്ന് ആദി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മോൻ അതൊന്നും ആലോചിക്കണ്ട, അമ്മ മോന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താ എന്ന് നിത്യ. ഇതുപോലെ തന്നെ കല്യാണി ഹരിയോട് ചോദിക്കുന്നുണ്ട്, പത്മ ടീച്ചറിനെ ഞാൻ എപ്പോഴാണ് അമ്മ എന്ന് വിളിക്കേണ്ടത് എന്ന്. നമുക്കതൊക്കെ പതുക്കെ നോക്കാം, നീ ഇങ്ങനെ സംസാരിച്ച് നേരം വിട്ടിക്കാൻ നോക്കണ്ട. അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിലാവും നോക്കി ജനൽ കൂടി ഇങ്ങനെ നിലാവ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഹരിയും നിത്യയും. ഹരി മനസ്സിൽ വിചാരിക്കുന്നു, മനസ്സറിഞ്ഞ് പൂജിച്ചെടുത്ത താലി നിത്യയുടെ കഴുത്തിലുണ്ട്. പക്ഷേ ഒന്നിച്ചൊരു ജീവിതം അത് ഇന്നും അകലെയാണ്. നിത്യ വിചാരിക്കുന്നു, പാവം ഹരി, ആ മനുഷ്യന്റെ ജീവിതം ഇങ്ങനൊരു അവസ്ഥയിലൂടെ പോകാൻ ഞാനും കാരണക്കാരിയായല്ലോ. ജീവൻ ഇങ്ങനെ കയറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ ദൈവമേ, ഏതാണ് തെറ്റ് ഏതാ ശരിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചാലും എന്റെ ചുറ്റുമുള്ളവർ വേദനിക്കാതെ കാക്കണേ എന്നൊക്കെ ഇങ്ങനെ നിത്യ പ്രാർത്ഥിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.